السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറെ ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ചരിത്രത്തിലെ ഒന്നാമത്തെ ഡയലോഗ് പ്രോഗ്രാമിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ എല്ലാം ചരിത്രം ഒരുപാട് മാനസികമായ, ശാരീരികമായ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട അവസ്ഥയിലാണ് നാം വായിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹീൻ്റെ ആദ്യാനുഭവമുണ്ടായ സാഹചര്യത്തിൽ വറഖത്ത് ബിൻ നൗഫൽ എന്ന പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ അനുഭവം വിവരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതും താങ്കൾ കളവാക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും താങ്കളുടെ ദേശത്ത് നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും എന്നാണ്. പ്രവാചകത്വത്തിന് മുമ്പും പ്രവാചകനായതിനു ശേഷവും ഒരാൾക്കും തന്നെ യാതൊരു ന്യൂനതയും ചൂണ്ടിക്കാണിക്കാനില്ലാഞ്ഞിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആദ്യ പ്രബോധന നാളുകളിൽ തന്നെ പല നിലക്കുള്ള പരീക്ഷണത്തിന്, ആരോപണത്തിന് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ജീവിത വിശുദ്ധിയും ശക്തമായ ഇസ്ലാമിക പ്രബോധന വീതിയിലെ വിശ്രമമില്ലാത്ത അധ്വാനവും തന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റാനും ഒട്ടനേകം ആളുകൾക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാനും ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വ്യക്തിത്വമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രവാചകനെ നോക്കിക്കണ്ട ആളുകൾക്ക് ബോധ്യപ്പെടുകയും ചെയ്ത ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഉണ്ടായിരുന്ന പല നിലക്കുള്ള ആരോപണങ്ങളെ തരണം ചെയ്യാനും മറ്റുള്ളവർക്ക് അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി കൊടുക്കാനും ആളുകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന പ്രചാരങ്ങളുടെ പൊള്ളത്തരം എത്രത്തോളമാണെന്ന് ബോധ്യപ്പെടുത്താനും പ്രവാചകൻ്റെ ശക്തിയായിക്കൊണ്ട് സ്വഹാബത്തുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവികൾ ഹസ്സാൻ ബിൻ സാബിത്തിനെ പോലെ, അബ്ദുല്ലാഹി ബിൻ റവാഹയെ പോലെ ഒരുപാട് സ്വഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന കവിത ശകലങ്ങൾ കൊണ്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഏത് സമയത്തും സജ്ജരായി നിൽക്കുകയും ഖുറൈശികളിൽപ്പെട്ടവരായിരുന്നിട്ട് പോലും കുഴച്ചുവെച്ച മാവിൽ നിന്ന് മുടി ഊരിയെടുക്കുന്ന പോലെ പ്രവാചകനെ ഊരിയെടുത്ത് ശത്രുക്കൾക്ക് അവരുടെ ആരോപണങ്ങൾക്ക് കവിതയിലൂടെ അവർ മറുപടി നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷകന്മാരിൽ പ്രമുഖരായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു പോലെയുള്ള ആളുകൾ അക്കാലഘട്ടത്തിലെ പ്രവാചകനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടിയും ഇസ്ലാമിൻ്റെ വ്യക്തമായ പ്രബോധനവും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ ജീവിതമാർഗവും ആളുകൾക്ക് വ്യക്തമാക്കി കൊടുത്തു എന്നുള്ളതാണ്. കാലം മുന്നോട്ട് ഗമിച്ചപ്പോൾ എക്കാലഘട്ടത്തിലും വിമർശകരുണ്ടായതുപോലെ തന്നെ ആ വിമർശകരെ വൈജ്ഞാനികമായ പോരാട്ടം കൊണ്ട് ഇരുത്തേണ്ടത് ഇരുത്താൻ വേണ്ടി ഓരോ സമയത്തും പണ്ഡിതന്മാരും സാത്വികന്മാരുമായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും പ്രവാചകനും ഇസ്ലാമിൻ്റെ പ്രമാണവുമൊക്കെ സമൂഹത്തിൽ യാതൊരുവിധ യുക്തിദീക്ഷയുമില്ലാതെ, യാതൊരു വൈജ്ഞാനിക പിൻബലവുമില്ലാതെ അതിനെ താറടിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആളുകൾക്കിടയിൽ അതിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള വൈജ്ഞാനിക കവചം തീർക്കുകയാണ് വിസ്ഡം എന്ന കൂട്ടായ്മയും അതിൻ്റെ വ്യത്യസ്തമായ ഘടകങ്ങളും. അൽഹംദുലില്ലാ, ഈയൊരു രംഗത്ത്, ഇസ്ലാമിക പ്രബോധന രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾക്ക് ഇത്തരം നീക്കങ്ങൾ സഹായകമായിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഇത്തരം രംഗങ്ങളിൽ വ്യാപിച്ചത് കാരണത്താൽ ഒരുപാട് ആളുകളെ ഈ വഴിയിലേക്ക് നടത്താൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. പിഞ്ചു പൈതങ്ങൾ മുതൽക്ക് ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും ഇസ്ലാമിൻ്റെ ശരിയായ സന്ദേശം പകർന്നു കൊടുക്കാനും
പ്രവാചകൻ്റെ മാതൃകാ ജീവിതം വിവരിച്ചു കൊടുക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കണം. ആ മാർഗേണ അതിശക്തമായി നമ്മൾ മുന്നേറണം. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.